മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യസഭയിലെ BJP എംപിയുടെ കേരള MP ലുങ്കിവാല പരാമർശം വിവാദത്തിൽ. ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിനിടയിലാണ് സുഷ്മിത ദേവിന്റെ അധിക്ഷേപ പരാമർശം. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ കേരള വിരുദ്ധ മനോഭാവത്തിന്റെ ഉദാഹരണമാണ് പരാമർശമെന്ന് A. റഹീം എംപിയും പറഞ്ഞു. പാർലമെന്റിൽ നാളെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങൾ വ്യക്തമാക്കി. ആദിൽ പാലോട്, എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ഈ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP സംസാരിക്കുന്നതിനിടെ സുഷ്മിത ദേവ് തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത്. BJP എംപിമാരാകെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതിനിടെയാണ് ലുങ്കിവാല എന്ന പ്രയോഗം സുഷ്മിത ദേവ് നടത്തിയത്. ഇപ്പോൾ BJP എംപിയാണ് സുഷ്മിത ദേവ്. നേരത്തെ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷയായിരുന്നു. പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോവുകയും അവിടെ ഈ അടുത്താണ് BJPയിൽ ചേർന്നത്. ലുങ്കിവാല പരാമർശം നടത്തിയത് സൗത്ത് ഇന്ത്യയുടെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള വിവേചനപരമായ മനോഭാവത്തിന്റെ പ്രതീകമാണ്, അതിന്റെ ഉദാഹരണമാണ് എന്ന് A. റഹീം പറയുന്നു. ഇത് ഏറ്റവും പ്രധാനമായി ഈ വിഷയം വലിയ തോതിൽ രാജ്യസഭയുടെ ശ്രദ്ധയിൽ വരും ദിവസങ്ങളിൽ കൊണ്ടുവരാനാണ് ഇടത് എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രിവിലേജ് നോട്ടീസ് ഇക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ ചെയർമാന് നൽകിയിട്ടുണ്ട്. അവകാശ ലംഘന നോട്ടീസ് നൽകിയെന്ന വാർത്ത കൂടി പുറത്തുവരികയാണ്. ലുങ്കിവാല എന്നാണ് ഇടത് എംപിമാരെ അഭിസംബോധന ചെയ്തത്. സുഷ്മിത ദേവ് എന്ന BJP എംപിയാണ് ലുങ്കിവാല എന്ന് പദപ്രയോഗം നടത്തുകയും ജോൺ ബ്രിട്ടാസിന്റെ സംസാരം തടസ്സപ്പെടുത്തുന്നതിനിടെയാണ് ഈ ഒരു പരാമർശം നടത്തിയത്.